മിസ്റ്റർ കൂൺ. അന്നും ഇന്നും ഏറ്റവും ഇഷ്ടമുള്ള കറികളിലൊന്നാണ് കൂൺ. കൂൺ കറിയോടുള്ള ആവേശവും അത്യാർത്തിയുമാണ് പറമ്പിലൂടെ മറ്റുള്ളവർക്കൊപ്പം സാറ്റ് കളിച്ചുകൊണ്ടിരുന്ന എന്നെ കിട്ടിയ ഒരേ ഒരു കൂണുമായി അടുക്കളയിൽ എത്തിച്ചത്. സംഭവം നടക്കുന്നത് പാതാമ്പുഴയിലെ അമ്മ വീട്ടിൽ തന്നെയാണ്. കൂൺ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച് തിരികെ കളിയിലേക്ക്. 10-15 അംഗങ്ങളുള്ള ഒരു വീട്ടിൽ ഒരു കൂൺ എന്താകാനാണ് എന്ന് ആലോചിക്കാനുള്ള സാമാന്യ ബോധമൊന്നും അന്നുണ്ടായിരുന്നില്ല. മുറ്റത്തും പറമ്പിലുമായി ഓടിക്കളിച്ച് നടക്കുമ്പോൾ അടുക്കളയുടെ ചിമ്മിനിയിലൂടെ പുക മുകളിലേക്ക് ഉയരുന്നു കാണുന്നതൊക്കെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായിരുന്നു. ഓടിട്ട വീടിന്റെ ഒരു ഭാഗം മുഴുവൻ അത് വ്യാപിച്ച് അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേരുന്നത് കണ്ടു നിൽക്കുന്നത് തന്നെ ഒരു ഭംഗിയായിരുന്നു. അതോടൊപ്പം പുറത്തേക്ക് പരക്കുന്ന മസാല വഴറ്റുന്നതിൻ്റെയും കടുക് വറുക്കുന്നതിൻ്റെയും മണം ഉള്ളിലെ വിശപ്പിനെ ഒന്നോടെ മൂപ്പിക്കുന്നതായിരുന്നു. ഊണ് കഴിക്കാറായി, എല്ലാവരും കയ്യും കാലും കഴുകി വരൂ എന്ന അമ്മയുടെ വിളി പലപ്പോഴും കേട്ടില്ലെന്ന് നടിക്കാറുണ്ട് കളിയുടെ ജ്വരത്തിൽ. എന്നാൽ അന്ന് വളരെ പെട്ടെന്ന് കയ്യും കാലും മുഖവും കഴുകി ഊണ് കഴിക്കാനിരുന്നു. കറി വയ്ക്കാൻ ഒരു കൂൺ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നതിന്റെ അഹങ്കാരമാണ് ഉള്ളു നിറയെ. എന്നാൽ പാത്രത്തിന്റെ സൈഡിൽ വെച്ചിരുന്ന ഉണക്കമീൻ വറുത്തതും മോര് കാച്ചിയതും മാത്രം മനസ്സിലായി. മീനിന്റെ തൊട്ടപ്പുറത്തായി ഒരു പൂക്കളം പാത്രത്തിനകത്ത്. ഇതെന്താ, ഓണക്കാലമായിട്ട് അമ്മ പൂക്കളം ഇട്ട് കളിച്ചിരിക്കുന്നോ ചോറുണ്ണുന്ന പാത്രത്തിൽ? ആ വീടിന്റെ പറമ്പിലും തൊടിയിലുമായി നിൽക്കുന്ന സർവ്വ ഇലകളും പൂക്കളും ഒക്കെയുണ്ട് തോരൻ പോലെ തോന്നിച്ച ആ കറിയിൽ. തൊട്ടടുത്ത പാത്രങ്ങളിലേക്ക് നോക്കി, എല്ലായിടത്തും ഈ പൂക്കളം തന്നെ. പിന്നീട് ആ ഊണ് കഴിക്കുന്ന സമയം അത്രയും ഞാൻ തിരയുകയായിരുന്നു, മിസ്റ്റർ കൂൺ താങ്കൾ എവിടെ എന്നും ചോദിച്ച്. അവസാനം നൂലുപോലൊരു സാധനം എൻ്റെ ചെറുവിരലിൽ ചുറ്റിപ്പിടിച്ചു. എടുത്തു കളയാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് വായിൽ വെച്ച് നോക്കി. ആഹാ, ഇത് നമ്മുടെ കൂണല്ലേ! ഈ പരുവത്തിനിരിക്കുന്ന കൂൺ ഞാൻ ആദ്യമായാണ് കാണുന്നത്. പിന്നീട് അതുപോലത്തെ നൂലുണ്ടോ എന്ന് തപ്പുന്നത് തിരയിൽ കുറച്ചുകൂടെ എളുപ്പമാക്കി. 3-4 എണ്ണം കിട്ടി. ദോഷം പറയരുതല്ലോ, അമ്മ ഉണ്ടാക്കുന്ന എന്തിനും അപാര ടേസ്റ്റാണ്. ഇതും അങ്ങനെ തന്നെ. പാതാമ്പുഴ അമ്മയെക്കുറിച്ച് എപ്പോൾ ഓർമ്മിച്ചാലും എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് വല്ലഭന് പുല്ലുമായുധം എന്ന പഴഞ്ചൊല്ലാണ്. ആ ചൊല്ല് അന്വർത്ഥമാക്കുന്ന പ്രവൃത്തികളാണ് ഞാൻ എന്നും അമ്മയിൽ കണ്ടിട്ടുള്ളത്.